ഇതെന്തോന്നാണ് കളി എന്തോന്നാണ് പറ. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. ശിക്ഷാവിധി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ കോടതിയോട് അഭ്യർത്ഥിച്ചു. വാദവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS വിനീത്കുമാറിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ KJ ജോൺസന്റെയും പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. പ്രതിഭാഗത്തിൻ്റെ അവിടെ നിന്ന് റിഫർമേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത, മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത്രയധികം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ശിക്ഷ മാത്രമേ വിധിക്കാവൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം തന്നെ അത് വളരെ സുനിശ്ചിതമായിട്ടുള്ള തെളിവുകളാണ് എങ്കിൽ അത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസുമായിട്ട് താരതമ്യം ചെയ്തിട്ട് തീരുമാനിക്കേണ്ടി വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള തെളിവ്, സാഹചര്യ തെളിവുണ്ടെങ്കിൽ അത് വച്ച് വധശിക്ഷ വിധിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയുന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല എന്നും കൂടെ സുപ്രീം കോടതി പറഞ്ഞു. ആ ഒരു റൂളിംഗും കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധിയും പ്രതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ മറ്റ് കുറ്റകൃത്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതിനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുക. ആസൂത്രണത്തിൻ്റെ എല്ലാ നാൾ വഴികളിലുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിൻ്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി ചേർന്നു. സജോ, പ്രേമിച്ചു പോയതിന്, ഒരാളെ വിശ്വസിച്ചു പോയതിന് ജീവൻ ബലികൊടുക്കേണ്ടി വന്ന ആളാണ് ഷാരോൺ. ഇപ്പോൾ ഈ ശിക്ഷാവിധിയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം ഈ ഷാരോൺ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ പുതിയ സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. നേരത്തെ ഈ അന്വേഷണ ഘട്ടത്തിലൊന്നും ഉയർന്നു വരാത്ത ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിങ്കളാഴ്ച വിധി വരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കാം? സുഹൈൽ, ഷാരോൺ വധക്കേസിൽ നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടാവുക തിങ്കളാഴ്ചയായിരിക്കും. ഇന്ന് ശിക്ഷാവിധിക്ക് തൊട്ടു മുന്നോടിയായുള്ള അന്തിമവാദമാണ് കോടതിയിൽ, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നത്. പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും വാദമുഖങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നൽകി. അതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. 11 ദിവസം കൊടിയ യാതന ആശുപത്രി കിടക്കയിൽ, മരണക്കിടക്കയിൽ അനുഭവിച്ചാണ് ചെറുപ്പക്കാരൻ വിടവാങ്ങിയത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ അതിക്രൂരമായി ആസൂത്രിതമായി കൊല നിർവഹിക്കുകയാണ് ചെയ്തത്. 2 തവണ ശ്രമിച്ചു. 2ാം തവണയാണ് ഫലം കണ്ടത്. പൈശാചിക ചിന്തയോടെ, കുറ്റവാസനയോടുകൂടിയും ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കാണണം. ആ ചെറുപ്പക്കാരനും സ്വപ്നങ്ങളുണ്ടായിരുന്നു, കുടുംബത്തിനുണ്ടായിരുന്നു. ആ പ്രണയത്തെ തന്നെ വിഷം കലക്കുകയാണ് ചെയ്തത്. ആ വിശ്വാസത്തെ വഞ്ചിക്കുകയും വിഷം കലക്കുകയും ചെയ്തു. അങ്ങനെ അതിക്രൂരമായ ഒരു കൊലപാതകമാണ്. അങ്ങനെ ഒരിക്കൽ പോലും കുറ്റബോധമോ പശ്ചാത്താപമോ പ്രതി പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ വധശിക്ഷ തന്നെ നൽകണം എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിന് പ്രതിഭാഗത്തിന്റെ മറുപടി എന്നത് പ്രതിയുടെ പ്രായം പരിഗണിക്കണം എന്ന കാര്യം പ്രധാനമായും പറഞ്ഞു. ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞ തുടർ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നുണ്ട്, പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന വാദമാണ് ഉന്നയിച്ചത്. ഷാരോൺ ഇല്ലാതെ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. സജോ ദേവസ്യാണ് വാർത്ത വിശദാംശം നൽകിയത്.